ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. KSRTC ബസ്സിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഗവിയിലെ കാടിന്റെ വ്യൂവും പെരിയാർ ടൈഗർ റിസർവും ഡാമുകളും കമ്പം മുന്തിരിത്തോട്ടവും മേഘമല ജീപ്പ് സഫാരിയും ഉൾപ്പെടെ 2-day ട്രിപ്പിന്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ കോഴിക്കോട് KSRTC സ്റ്റാൻഡിൽ നിന്നും എല്ലാ ദിവസവും രാത്രി 12:30 പത്തനംതിട്ട വഴി കൊട്ടാരക്കരക്കുള്ള സ്വിഫ്റ്റ് ഡീലക്സ് ബസ്സിൽ പത്തനംതിട്ട KSRTC സ്റ്റാൻഡിലേക്ക് ടിക്കറ്റ് എടുത്തിട്ട് നമ്മളിതാ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 550 രൂപയാണ് ഒരാൾക്ക് ബസ് ചാർജ് വരുന്നത്. ഓൺലൈൻ KSRTC.swift.com എന്ന വെബ്സൈറ്റിൽ നിന്നാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. വെള്ളിയാഴ്ച രാത്രി 25 പേരുള്ള ഗ്രൂപ്പായിട്ട് ഇർഫാൻ എന്ന് പറഞ്ഞ ആളുടെ പാക്കേജിലാണ് നമ്മൾ പോകുന്നത്. പാക്കേജ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഉറക്കൊക്കെ കഴിഞ്ഞ് ശനിയാഴ്ച രാവിലെ 10 മണിയോട് കൂടാണ് നമ്മൾ പത്തനംതിട്ട സ്റ്റാൻഡിലെത്തുന്നത്. സ്റ്റാൻഡിൽ നിന്നും നമ്മൾ ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് എല്ലാ ദിവസവും 11:30 ഗവി പെരിയാർ ടൈഗർ റിസർവ് വഴി കുമളിയിലേക്കുള്ള ഓർഡിനറി ബസ്സിൽ 208 രൂപ ടിക്കറ്റ് എടുത്തിട്ടാണ് പിന്നെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടായത്. പത്തനംതിട്ടയിൽ നിന്ന് ഗവി വഴി പെരിയാർ ടൈഗർ റിസർവിലൂടെ കുമളിയിലേക്ക് 6 മണിക്കൂറോളം വരുന്ന കാടിനുള്ളിലൂടെയുള്ള യാത്രയിൽ കാടിന്റെ ഭംഗിയും വന്യമൃഗങ്ങളും ഡാമുകളും ചെറിയ വെള്ളച്ചാട്ടങ്ങളും കാട്ടരുവികളും എല്ലാം കാണാൻ പറ്റിയ അതിമനോഹരമായൊരു ബസ് യാത്ര തന്നെയാണ് കേട്ടോ. റംബൂട്ടാനും റബ്ബർ തോട്ടങ്ങളും പൈനാപ്പിൾ തോട്ടങ്ങളും നിറഞ്ഞ ഗ്രാമങ്ങളെല്ലാം പിന്നിട്ട് ഉച്ചക്ക് സീതാത്തോടിനടുത്തുള്ള ഹോട്ടലിനാണ് നമ്മൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് ചെക്ക് പോസ്റ്റ് കടന്ന് കാട്ടിലൂടെയുള്ള ഒറ്റവരി റോഡിലൂടെയാണ് പിന്നീട് യാത്ര ചെയ്തത്. 2 സൈഡിൽ നിന്നും മരങ്ങളുടെ ചില്ലകൾ വിൻഡോയിൽ വന്ന് നന്നായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. കാറ്റും മഴയൊക്കെ ആയിട്ട് നല്ല ത്രില്ലിങ് തന്നെയായിരുന്നു കേട്ടോ. ഈ യാത്രയിൽ ചെറുതും വലുതായിട്ടുള്ള നിരവധി ഡാമുകൾ നമുക്ക് കാണാൻ പറ്റും. കക്കി ഡാമിനടുത്തും സിനിമാ ഷൂട്ടിംഗ് പോയിന്റിലും മൃഗങ്ങളെ കാണുമ്പോഴും വൈകുന്നേരം ചായ കുടിക്കാൻ KSEB ക്യാൻറ്റീനിലൊക്കെ ബസ് നിർത്തി തരുന്നുണ്ട്. ഞങ്ങൾ പോകുമ്പോൾ 2 പ്രാവശ്യം മരം വീണിട്ട് റോഡ് ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇറങ്ങി മരക്കൊമ്പുകളെല്ലാം മാറ്റിയിട്ടാണ് പിന്നീട് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ഈ കാണുന്നത് ഡാമിൽ നിന്നുള്ള പെൻസ്റ്റോക്ക് പൈപ്പ് ലൈൻ ആണ്. കാട്ടരുവികളും ചോലകളും മഞ്ഞു പുതഞ്ഞ മലനിരകളും കോടമഞ്ഞും കുളിർ കാറ്റുമൊക്കെ ആയിട്ട് മഴക്കാലത്തുള്ള ഗവി യാത്ര വേറെ ലെവൽ എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. മലയുടെ മുകളിലായിട്ട് കാട്ടുപോത്തുകളുടെ കൂട്ടത്തെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. കക്കി ഡാമിന്റെ റിസർവോയറിന്റെ അടുത്ത് ബസ് നിർത്തി തന്നു. എല്ലാവരും ഇറങ്ങിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ അടിപൊളി തന്നെയാണ്. നല്ല മഴയുള്ളതുകൊണ്ട് തന്നെ അധിക സമയമൊന്നും നമ്മൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ലൈഫിൽ ഒരിക്കലെങ്കിലും പോയിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഗവി. പിന്നെ നമ്മൾ കക്കി ഡാമിലെത്തി. മഴ കാരണം അവിടെ ബസ് നിർത്തിയില്ല കേട്ടോ. മുന്നോട്ട് പോകുന്തോറും കോടമഞ്ഞ് കൂടി വരുന്നുണ്ടായിരുന്നു. അടുത്ത ഡാമിലെത്തിയപ്പോൾ കോട കാരണം ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല.
അങ്ങനെ 5 മണിയോടെ നമ്മൾ ഗവി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് പിന്നിട്ട് KSEB ക്യാൻറ്റീനിൽ എത്തിയിട്ടുണ്ട്. അവിടുന്ന് നല്ലൊരു അടിപൊളി ചായ കുടിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് പമ്പ എക്കോ ടൂറിസം സെന്റർ ആണ്. ഇവിടെ ബോട്ടിങ്, കുട്ടവഞ്ചി, ട്രക്കിംഗ്, ടെന്റ് സ്റ്റേ ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആണ്. നമ്മൾ ബസ്സിൽ പോകുന്നത് കൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഇറങ്ങി വിസിറ്റ് ചെയ്തിട്ടില്ല. കടുവ പിടിച്ച പോത്തിന്റെ അവശിഷ്ടങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നീട് മുന്നോട്ട് പോയപ്പോഴും മ്ലാവിനെയും ആനകളെയും ഒക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പച്ചപ്പിന്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വൈകുന്നേരം 6:30 ബസ് കുമളിയിലെത്തിയത്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ നമ്മളെടുത്ത റൂമിലേക്കാണ് പോയത്. നമ്മുടെ സ്റ്റേ അറേഞ്ച് ചെയ്തത് കുമളി ടൗണിലായതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കൂടെ രാത്രി ഒരു നൈറ്റ് വാക്കിന് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ രാത്രി ഒരുപാട് തട്ടുകടകളൊക്കെ ഫുൾ ഓണാണ് കേട്ടോ. കുമളി ടൗണിൽ തന്നെ ഒരു ജീപ്പ് സ്റ്റാൻഡും ഉണ്ട്. ജീപ്പ് സഫാരി ഒക്കെ ഇവിടുന്ന് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. തേക്കടിയിലേക്കും തേനിയിലേക്കും ഒക്കെ ആയിട്ട് ഒരുപാട് ജീപ്പ് സഫാരി അവൈലബിൾ ആണ്. കുമളി ടൗണിൻ്റെ അടുത്ത് തന്നെ വരുന്ന ശിക്ഷക് സദനിലാണ് ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. പഴയൊരു ബംഗ്ലാവ് സ്റ്റൈലിലുള്ള ഒരു ബിൽഡിംഗ് ആണിത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂമുകളാണ് ഇവിടെ ഉള്ളത്. ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടുന്ന് തന്നെയാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായത്. പിറ്റേ ദിവസം കമ്പത്തേക്കും മേഘമലയിലേക്കും നമ്മൾ ജീപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 8 പേർക്ക് പോകാവുന്ന 1 ഡേ ജീപ്പ് ട്രിപ്പിന് 5500 രൂപയാണ് ചാർജ് വരുന്നത്. രാവിലെ 7:30 ജീപ്പിൽ കയറിയിട്ട് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചുരം ഇറങ്ങി തമിഴ്നാട്ടിലെ തേനി ജില്ലയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ചുരത്തിൽ നിന്ന് കൃഷിയിടങ്ങളും ഗ്രാമങ്ങളുടെയൊക്കെ ദൂരക്കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു.
നമ്മൾ ആദ്യം പോയത് കമ്പം മുന്തിരിത്തോട്ടത്തിലേക്കാണ് കേട്ടോ. ഇവിടെ എൻട്രി ഫീ ഒന്നും വരുന്നില്ല. തമിഴ്നാട് തേനി ജില്ലയിലെ കമ്പം, പെരിയകുളം, ചുരുളിപ്പെട്ടി തുടങ്ങിയ സ്ഥലങ്ങളിലെ മുന്തിരിത്തോട്ടങ്ങൾ വിസിറ്റ് ചെയ്യാനായിട്ട് ഇവിടേക്ക് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ. വിളവെടുപ്പ് കാലങ്ങളിൽ ആവശ്യക്കാർക്ക് തോട്ടത്തിൽ നിന്നും മുന്തിരി പറിച്ചു നൽകും. കൂടാതെ മുന്തിരി തൈകളും വൈനുമെല്ലാം ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ അത്. ഗ്രേപ്പ് ഫാമിൽ നിന്നും മേഘമലയിലേക്കാണ് പിന്നീട് ഞങ്ങൾ യാത്ര പോയത്. പോകുന്ന വഴി കൃഷിയിടങ്ങളും ഗ്രാമീണ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ചെക്ക് പോസ്റ്റിലെത്തി. പ്ലാസ്റ്റിക് അലൗഡ് അല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ വാഹനങ്ങളും ഇവർ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ചെക്ക് പോസ്റ്റ് കടന്നതിന് ശേഷം ജീപ്പിന്റെ റൂഫ് അഴിച്ചു മാറ്റി ഓപ്പൺ ജീപ്പായിട്ടാണ് നമ്മൾ പോയത്. ചുരം കയറുമ്പോൾ നല്ല ശക്തമായിട്ട് കാറ്റടിക്കുന്നുണ്ടായിരുന്നേ. ഓപ്പൺ ജീപ്പ് ആയതുകൊണ്ട് തന്നെ താഴ്വാര കാഴ്ചകളൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കാണാൻ പറ്റി. അധികം ഫേമസ് അല്ലാത്തതുകൊണ്ട് തന്നെ ഈ റൂട്ടിൽ വാഹനങ്ങൾ നല്ല കുറവായിരുന്നു. വ്യൂ പോയിന്റിലൊക്കെ ജീപ്പ് നിർത്തി തരുന്നുണ്ടായിരുന്നു. ഇവിടെ മൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലമായിരുന്നു കേട്ടോ. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ആനനെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതാ ചുരം കയറി മേഘമലയിൽ എത്തിയിട്ടുണ്ട്. തമിഴ്നാട് തേനി ജില്ലയിലെ കേരള ബോർഡറിനോട് ചേർന്നിട്ടാണ് മേഘമലയുടെ ലൊക്കേഷൻ വരുന്നത്. പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് മേഘമല. തേയിലത്തോട്ടങ്ങളും ഏലക്കാടുകളൊക്കെ ആയിട്ട് 18 ഹെയർപിൻ വളവുകൾ താണ്ടിയെത്തുന്നത് മേഘമലയുടെ ഒരു അടിപൊളി വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിർത്താതെ വീശുന്ന തണുത്ത കാറ്റും മേഘങ്ങളും തേയിലത്തോട്ടങ്ങളൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ഡാമുകളും തടാകങ്ങളും വ്യൂ പോയിന്റുകളൊക്കെ ഇവിടെ ഒരുപാട് കാണാനുണ്ട്. ഏകദേശം മൂന്നാർ പോലെ തന്നെ തോന്നിക്കെങ്കിലും ഇവിടുത്തെ കാഴ്ചകളും യാത്രയും എല്ലാം വ്യത്യസ്തമാണ് കേട്ടോ. തിരക്കുള്ള മൂന്നാർ പോകാൻ മടിയുള്ളവർക്ക് ഇവിടേക്ക് വരാം. ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് വീണ്ടും നമ്മൾ യാത്ര തുടർന്നു. ചെറിയ വെള്ളച്ചാട്ടങ്ങളും തടാകങ്ങളും തേയിലത്തോട്ടങ്ങളുടെയൊക്കെ കാഴ്ചകളാണ് പിന്നീട് അങ്ങോട്ടുള്ളത്.
കുറച്ചുകൂടെ യാത്ര ചെയ്തതിന് ശേഷം ലേക്കിനടുത്ത് ജീപ്പ് നിർത്തിയിട്ടുണ്ട്. അവിടെ ടോയ്ലറ്റ് സൗകര്യവും ഹോട്ടൽ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളൊരു ചായയൊക്കെ കുടിച്ച് കുറച്ച് സമയം ലേക്കിന്റെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ തന്നെ നിന്നു. ഫുഡ് ഞങ്ങൾ പാഴ്സലായി കൊണ്ടുവന്നുകൊണ്ട് വഴിയിൽ ഇരുന്നിട്ടാണ് കഴിച്ചിട്ടുണ്ടായത്. പിന്നീട് യാത്രയിലെ ലാസ്റ്റ് സ്പോട്ടായിട്ടുള്ള മഹാരാജ് മേട്ടിലേക്കാണ് പോകുന്നത്. അവിടേക്ക് കയറുമ്പോൾ തന്നെ തേയിലത്തോട്ടങ്ങളുടെ അടിപൊളി വ്യൂ കാണാൻ പറ്റും. ഇവിടെ 20 രൂപയാണ് എൻട്രി ഫീ വരുന്നത്. ടിക്കറ്റ് എടുത്ത് കുറച്ച് മുകളിലേക്ക് നടന്നാൽ നല്ലൊരു അടിപൊളി വ്യൂ പോയിന്റിലേക്കാണ് കേട്ടോ എത്തുന്നത്. മലയുടെ പല ഭാഗങ്ങളിലും വ്യൂ പോയിന്റ് വരുന്നുണ്ട്. ഞങ്ങൾ കുറച്ചുകൂടെ മുകളിലേക്ക് നടന്ന്. മഴക്കാലത്ത് ഇവിടേക്ക് വരുമ്പോൾ റെയിൻകോട്ട് നിർബന്ധമായിട്ട് എടുക്കേണ്ടതാണ്. സെക്കൻഡുകൾ വെച്ചിട്ടാണ് ഇവിടുത്തെ ക്ലൈമറ്റ് മാറി വരുന്നത്. അധികം ഫേമസ് അല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടേക്ക് മലയാളികൾ വരുന്നത് വളരെ കുറവാണ്. പെട്ടെന്ന് ശക്തമായിട്ടുള്ള കാറ്റും മഴയും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കോട്ട് എടുത്തുകൊണ്ട് തന്നെ മഴയൊക്കെ ആസ്വദിക്കാൻ പറ്റി. കൃഷിയിടങ്ങളും ഗ്രാമങ്ങളും ഡാമുകളും ഒക്കെ ദൂരത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റും. കാറ്റും കോടയും മഴയും ഒക്കെ മാറി മാറി വരുന്ന പ്രകൃതിയുടെ അത്ഭുത കാഴ്ചകൾ ഇവിടെ നിന്ന് നമുക്ക് കാണാം. നിർബന്ധമായും പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. മഞ്ഞ് പുതഞ്ഞ മലനിരകളും കോടമഞ്ഞും കുളിർക്കാറ്റുമൊക്കെ ആയിട്ട് ഇവിടെ നല്ല വൈബ് തന്നെയായിരുന്നു. ഞങ്ങൾ കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അങ്ങനെ വൈകുന്നേരം 6:30 ഞങ്ങൾ റൂമിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. എല്ലാവരും ഫ്രഷ് ആയിട്ട് രാത്രി 7:30 ഞങ്ങളുടെ ബസ് വരുന്നത്. കുമളിയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള KSRTC ഡീലക്സ് ബസ്സിൽ 598 രൂപ ടിക്കറ്റിലാണ് ഞങ്ങൾ തിരിച്ച് കോഴിക്കോടേക്ക് യാത്ര ചെയ്തത്. തിങ്കളാഴ്ച പുലർച്ചെ 4 മണിയോടുകൂടി നമ്മൾ കോഴിക്കോട് സ്റ്റാൻഡിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഗവി മേഘമല 2 ദിവസത്തെ ട്രിപ്പിൻ്റെ യാത്രാവിശേഷങ്ങൾ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.